പണം ഉണ്ടാക്കാൻ ഭാഗ്യം തരുന്നതും ഐശ്വര്യം ഉണ്ടാക്കാൻ ഭാഗ്യം തരുന്നതും വ്യാഴമാണ്. ആ വ്യാഴം 3, 6, 8, 12 നിൽക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഒരു വ്യാഴം മറയുക എന്ന് പറയും. ഈ 4 ഗ്രഹങ്ങൾ ആരുടെ ജാതകത്തിൽ നിൽക്കുന്നോ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തെറ്റും. മാധവൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു. മാധവന്റെ പ്രീതി നമുക്ക് കിട്ടണമെങ്കിൽ മാനവനെ സേവിച്ചാൽ മതി, അറിഞ്ഞ് ദാനം ചെയ്താൽ മതി. മാധവന്റെ എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ പ്രീതി ഉണ്ടാവും. പാടില്ലാത്ത രത്നങ്ങൾ ധരിക്കുവാണെങ്കിൽ വൈര്യമാകും, വിരോധമാകും. എന്തിനു ധരിച്ചോ അതിന്റെ വിരോധമാകും. സഹസ്രനാമം ജപിച്ചാൽ ഏറ്റവും വലിയ ഗുണം നമ്മുടെ ഉള്ളിലെ ഭയം മാറി കിട്ടും, കോൺഫിഡൻസ് ഉണ്ടാവും. ഫിയർ മാറിയ കോൺഫിഡൻസ് ആയല്ലോ. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ആസ്ട്രോളജിയും ജെമോളജിയും വാസ്തുവും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന ശ്രീ സുന്ദരം ആചാരി ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. സർ നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. അതെ, അപ്പോൾ ചില ആളുകൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ ഭാഗ്യമുദിക്കും എന്ന് പറയും. ആ ഒരു ആളുകൾ ആരൊക്കെയാണ്? ആ ആളുകൾ എന്ന് പറഞ്ഞാൽ ചില നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ കണക്കാക്കാം. ഇപ്പോൾ 3ാമത്തെ ദശ വരുന്നത് പാപഗ്രഹങ്ങളുടെ ദശയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ 3ാമത് ദശ എന്ന് പറഞ്ഞാൽ ഒരുവിധം പ്രായം ഒരു 10-20 വയസ്സൊക്കെ ആകുമ്പോൾ പാപദശ, പാപഗ്രഹങ്ങളുടെ ദശ വരികയാണ്. അപ്പോൾ രോഹിണി, അത്തം, തിരുവോണം. അപ്പോൾ രോഹിണി, അത്തം, തിരുവോണത്തിൽ ജനിച്ചാൽ ചന്ദ്രദശയിൽ ജനിക്കും. അത് കഴിഞ്ഞാൽ ചൊവ്വാദശ, അത് കഴിഞ്ഞാൽ രാഹുദശ വരും. അപ്പോൾ ചന്ദ്രദശയുടെ 10 വർഷത്തിലെ പകുതി കൂട്ടാം. അപ്പോൾ 5, പിന്നെ 7, 5, 12 വയസ്സ് മുതൽ 18 കൊല്ലം 30 വയസ്സ് വരെ അയാൾക്ക് രാഹുവിൻ്റെ ദശയായിരിക്കും. കുറച്ച് കഷ്ടപ്പാടാ, നല്ല കഷ്ടപ്പാടായിരിക്കും. അത്തംകാരും രോഹിണിക്കാരും തിരുവോണംകാരും ഒക്കെ നന്നായിട്ട് ചെറുപ്പകാലത്ത് അവരുടെ കുടുംബത്തിന് വേണ്ടിയും സ്വന്തമായിട്ട് വേണ്ടിയൊക്കെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അത് തന്നെ അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ ഏതൊരു മനുഷ്യനും ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും 9 ദശകൾ അനുഭവിക്കണം. അവരുടെ ആയുസിൻ്റെ ദൈർഘ്യം അനുസരിച്ച് 50ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നവരാണെങ്കിൽ അങ്ങനെ വേണമെന്നില്ല. പൂർണ്ണ ആയുസ്സിൽ മരിക്കുവാണെങ്കിൽ 9 ദശകൾ അനുഭവിക്കണം. അതിന് 1ാമത്തെ ദശയെ ജന്മദശ എന്ന് പറയും, 2ാമത്തേനെ സമ്പദ് ദശ എന്ന് പറയും, 3ാമത്തേനെ വിപത്ത് ദശ എന്ന് പറയും. ക്ഷേമം, പ്രത്യരം, സാധകം, വധം, മൈത്രം, പരമമൈത്രം, ഇങ്ങനെ 9 ദശകളുണ്ട്. ഇതിനകത്ത് 3ാമത് വരുന്ന ദശ വിപത്താണ്. വിപത്ത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഈ പ്രേമനൈരാശ്യം അല്ലെങ്കിൽ ഈ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ടീനേജും ഒക്കെ ആണല്ലോ. അപ്പോൾ എവിടെ നിന്ന് എന്ത് സോഴ്സ് കിട്ടിയാലും ചാടി പിടിക്കുമല്ലോ. അങ്ങനെയുള്ള ആ പ്രായത്തിനിടയ്ക്ക് പാപദശ, ഇപ്പോൾ രോഹിണി, അത്തം, തിരുവോണംകാർക്ക് രാഹുദശ വരുന്നു. അതുപോലെ ശനിദശ വരുന്നവർ, സൂര്യദശ വരുന്നു. ഇങ്ങനെ പാപഗ്രഹങ്ങളുടെ ദശ 3ാമതായി വരുന്നവരെ എല്ലാവരെയും ഈ ഭാഗ്യദോഷം ബാധിക്കും. അതിന് ഇപ്പോൾ അശ്വതി മകം മൂലം അവർക്ക് സൂര്യദശ കയറി വരും. അതുപോലെ തന്നെ തിരുവാതിര ചോതി ചതയം ശനിദശ കയറി വരും. ഇങ്ങനെയുള്ളവരെയൊക്കെ ഈ 3ാമത് ദശ പാപദശയായിട്ട് വരുന്നവരെ ഈ ദോഷം കയറി ബാധിക്കും. പക്ഷെ എന്തുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ ഒരു അടിസ്ഥാനം. ആ ജനന സമയത്ത് ഗ്രഹനിലയിലെ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് എത്ര വലിയ ചക്രവർത്തി കുടുംബത്തിൽ ജനിച്ചാലും ശകടയോഗം എന്ന് പറയുന്ന ഒരു യോഗമുണ്ട്. ഏറ്റക്കുറച്ചിലുകൾ വരുന്ന യോഗം. ശകടയോഗം, കാളവണ്ടി ചക്രം പോലെ അതിൻ്റെ ഒരു ആക്സിൽ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ കയറി ഇറങ്ങിയും വരും. ഉയർച്ചയും പതനവും ഉയർച്ചയും പതനവും 3 പ്രാവശ്യം വരുമ്പോൾ അയാൾ തീർന്നു പോകും. ഇനിയൊരു ബാല്യമില്ലാതെ വരും. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കണേ. അതുപോലെ തന്നെ കേമദ്രുമ യോഗം എന്ന് പറയുന്ന യോഗമുണ്ട്. ചന്ദ്രന്റെ 12ലും 2ലും ഗ്രഹം ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ ഒരു യോഗമുണ്ട്. ആ യോഗത്തിൽ വന്നാൽ ചക്രവർത്തി കുടുംബത്തിൽ ജനിച്ചാലും യാചിക്കേണ്ടി വരും ഭക്ഷണത്തിനോ പൈസയ്ക്കോ. അപ്പം അത് ഈ ജനന സമയത്തിന്റെ വിശേഷം അനുസരിച്ചിട്ടാണ്. ഇപ്പം ഗജകേസരി യോഗം, പഞ്ചമഹാപുരുഷ യോഗം, ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും ജനിക്കുന്ന ഗ്രഹനിലയിൽ നല്ല യോഗമുള്ള സമയത്താണ് ജനിക്കുന്നതെങ്കിൽ അയാളെ ഇതൊന്നും ബാധിക്കില്ല. എല്ലാത്തിനെയും ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഭാഗ്യമുള്ളവൻ പാറപ്പുറത്തിരുന്നാൽ മതി എന്നല്ലേ? അല്ലേ? ആണ് ഭാഗ്യവന്തം പ്രസൂയേഥ മാ ശൂരം മാജ പണ്ഡിതം.
അതായത് പണ്ഡിതന്മാരെയും ശൂരന്മാരെയും ഒന്നും പ്രസവിക്കാതെ ഭാഗ്യവാന്മാരെ പ്രസവിച്ചാലും അല്ലയോ അമ്മേ. ശൂരത്വവും പാണ്ഡിത്യവും ഒക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഭാഗ്യമില്ലെങ്കിൽ പോയില്ലേ. അപ്പം ഭാഗ്യം ഒക്കെ നേടുന്നത് ഈ പറഞ്ഞ ഒരു മൂന്നാമത്തെ ദശയൊക്കെ വരുമ്പോഴാണ് ഒരുവിധം ആരോഗ്യവും കഴിവും അറിവും ഒക്കെ ഉള്ളത്. ആ സമയത്ത് നല്ലൊരു പൊസിഷൻ പിടിച്ചാൽ, നല്ല ട്രാക്ക് പിടിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അപ്പൊ ഇതുപോലെ ഭാഗ്യം തെളിയുന്നതിന് മുന്നേ നമുക്കൊരു സൂചന കിട്ടുമോ? പിന്നെ എല്ലാവർക്കും സൂചന ഉണ്ടാവും. ഇപ്പൊ നമുക്ക് സുനാമി വരുന്നതിന് 15 ദിവസം മുമ്പേ സൂചന ഉണ്ടാവും. പക്ഷെ അത് വീട്ടില് സുനാമി, ഇത് ഭാഗ്യം അല്ല, അത് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ വളരെ ബുദ്ധിമാന്മാരാണല്ലോ മനുഷ്യൻ. ഇതൊന്നും എന്നെ ബാധിക്കില്ലെന്നാണ്. അതാണ് സൂചന ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കില്ല ആ കാര്യം. അപ്പൊ ഈ സൂചനകൾ എങ്ങനെയൊക്കെ ആയിരിക്കും? നമുക്ക് ഓരോരോ എന്താ പറയുക, ഗ്രഹദോഷ സമയത്ത് ഇപ്പം ആരോഗ്യപരമായിട്ടുണ്ടാവും. ചില സിംറ്റംസ് ഒക്കെ ഉണ്ടാവും, സ്വപ്നത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ചില ആളുകളുമായിട്ടുള്ള നെഗറ്റീവ്സ് കാണും. ഇപ്പം നമ്മളൊരു കാര്യത്തിന് ഒരു കൂട്ടു ബിസിനസ്സിൻ്റെ കാര്യത്തിന് പോവുകയാണെങ്കിൽ ശകുനം എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ നോക്കി ചെയ്യുന്നവരുണ്ട്. ഇതിൻ്റെ എല്ലാം പലതരത്തിൽ പ്രകൃതി നമുക്ക് ഇൻഫർമേഷൻസ് തരും. അത് പണ്ടത്തെ ആചാരങ്ങൾ അനുസരിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ അറിയാൻ പറ്റും. ഇപ്പം അത് കൂടുതൽ അറിയില്ല, ആചാരമൊക്കെ തെറ്റിയല്ലോ. അതിൻ്റെ ഒരു ഭവിഷ്യത്തുണ്ട് നമുക്ക് പൊതുവേ. അപ്പോൾ ഈ ഭാഗ്യം വൈകാനൊരു കാരണം, അതായത് ഇപ്പം ജാതകവശാൽ അല്ലാതെ ഒരു കാരണമുണ്ടോ ഭാഗ്യം വൈകാൻ? ഇപ്പൊ വ്യാഴമൊക്കെ മോശം സ്ഥലത്തൊക്കെ നിന്നാല് നമ്മുടെ ഭാഗ്യമൊക്കെ കുറച്ച് വൈകുമോ, അല്ലെങ്കിൽ ഭാഗ്യദോഷം ഉണ്ടാവുകയൊക്കെ ചെയ്യും? അർത്ഥം, ധനം, സന്താനം, ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് വ്യാഴമാണ്. അർത്ഥം ഐശ്വര്യം, ധനം പണം അല്ലേ, സന്താനം ഏറ്റവും വലിയ സമ്പത്ത് എന്താ? സൽസന്താനം അല്ലേ എല്ലാവർക്കും അല്ലേ. പരമ്പര, നല്ല പരമ്പര ഫലിക്കണ്ടേ. അപ്പൊ അങ്ങനെയുള്ള ആ സന്താന ഭാഗ്യം തരുന്നതും പണം ഉണ്ടാക്കാൻ ഭാഗ്യം തരുന്നതും ഐശ്വര്യം ഉണ്ടാക്കാൻ ഭാഗ്യം തരുന്നതും വ്യാഴമാണ്. ആ വ്യാഴം 3, 6, 8, 12 നിൽക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഒരു വ്യാഴം മറയാന്ന് പറയും. അതിന് പണ്ട് നമ്മുടെ മലയാളം പദ്യം പഠിക്കുമ്പോൾ വൃത്തം പഠിപ്പിക്കുമല്ലോ. മലയാളം മീഡിയം ആണോ എലിസബത്ത്? വൃത്തം ഓർമ്മയുണ്ടോ? ശ്രതകാകളി വൃത്തത്തിൽ 2-ാം പാദത്തിൽ അന്ത്യമാം 2 അക്ഷരം കുറഞ്ഞിടുകിൽ അത് മഞ്ജരിയായിടും അല്ലേ. അതുപോലെ രം നരം നരനരം നിരന്നു വരികിലോ കുസുമ മഞ്ജരി 7 മരഭനയം ശ്രദ്ധരാവൃത്തമാകും. പണ്ട് അടിയോറ കൊണ്ടതല്ലേ. അപ്പൊ അതുപോലൊരു വൃത്തമാണ് 12 മസജം സദന്ത ഗുരുവും ശാർദൂല വിക്രീഡിതം. ശാർദൂല വിക്രീഡിതം എന്ന് പറയുന്നൊരു വൃത്തത്തെ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അനുവാദത്തോട് ഗുരുവും ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഞങ്ങളത് അസ്ട്രോളജിയിലേക്ക് എടുത്തു അല്ലേ. അങ്ങനെ എടുത്തിട്ട് അപ്പൊ എന്താ 12 മാ എന്ന് പറഞ്ഞാൽ മന്ദൻ, സർപ്പി ശനി. ആരുടെ ജാതകത്തിലാണോ 12 ലഗ്നത്തിന്റെ 12 ശനി നിൽക്കുന്നത്, സർപ്പി എന്ന് പറഞ്ഞാൽ രാഹു നിൽക്കുന്നത്, സജം സർപ്പിയിൽ നിന്ന് ജനിച്ചവൻ കേതു നിൽക്കുന്നത്, തങ്കുരുവും, ഗുരു എന്ന് വെച്ചാൽ വ്യാഴം. ഈ 4 ഗ്രഹങ്ങൾ ആരുടെ ജാതകത്തിൽ നിൽക്കുന്നോ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തെറ്റും. അവർക്കൊന്ന് കരകയറണമെങ്കിൽ ഒരുപാട് പാടുപെടേണ്ടി വരും. അപ്പൊ വ്യാഴം മറഞ്ഞാലുള്ള അവസ്ഥ മനസ്സിലായോ? അതാണ്. എന്തിനും നമുക്ക് ദൈവാധീനം വേണം. ദൈവാധീനം വേണമെങ്കിൽ ആദ്യം വേണ്ടത് ഗുരുത്വമാണ്. ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. ഏറ്റവും വലിയ ഗുരു ആരാ ലോകത്തെ? അമ്മ. അമ്മയുടെ അനുഗ്രഹം വേണം. സിമ്പിളാണ്. ലോകത്ത് നമ്മൾ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും പെറ്റമ്മയുടെ കാലിൽ വീണ് നമസ്കരിച്ച് അമ്മയുടെ ബ്ലെസ്സിങ്, അനുഗ്രഹം വാങ്ങിച്ചാൽ ഒരുവിധപ്പെട്ട ദുരിതങ്ങളെല്ലാം തീരും. ഒരു പരിഹാരവും ചെയ്യണ്ട. അമ്മയെ ഇപ്പം ആരെങ്കിലും ബഹുമാനിക്കുന്നുണ്ടോ? അല്ലേ, അതാ പ്രശ്നം. അതല്ലാതെ ഈ ഗുരുവിന്റെ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ എന്തെങ്കിലും ദോഷമുണ്ട്, ഇതുപോലെ ഭാഗ്യം നമുക്ക് തടസ്സപ്പെട്ടാൽ വേറെ എന്തൊക്കെ പരിഹാരങ്ങൾ നമുക്ക് അതിനായിട്ട് ചെയ്യാൻ പറ്റും? വ്യാഴപ്രീതി വരുത്തണം. വ്യാഴത്തിന്റെ ദേവത വിഷ്ണുവാണ്. ആ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പോയി പ്രീതി വരുത്താം. ഓരോ മതക്കാർക്കും അതിൻ്റെതായ സംഗതി. അല്ലെങ്കിൽ ദാനം ചെയ്യാം, സാധു ജനസേവനം ചെയ്യാം. മാനവ സേവ, മാധവ സേവ എന്ന് പറയാം. മാധവൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു. മാധവന്റെ പ്രീതി നമുക്ക് കിട്ടണമെങ്കിൽ മാനവനെ സേവിച്ചാൽ മതി. മനുഷ്യനെ, പാവപ്പെട്ട മനുഷ്യർക്ക് എന്തെങ്കിലും നമ്മൾ സഹായം അറിഞ്ഞ് ദാനം ചെയ്താൽ മതി. മാധവന്റെ എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ പ്രീതി ഉണ്ടാവും.
മനസ്സിലായോ? ആ. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. പിന്നെ നമുക്ക് ജമോളജിക്കിലൂടെ ഈ വ്യാഴത്തിന്റെ അപ്രീതി, അതായത് വ്യാഴം മറഞ്ഞു നിൽക്കുന്ന ആ അവസ്ഥയെ നമുക്ക് രത്നം, മഞ്ഞപ്പുഷ്യരാഗ രത്നം ധരിക്കാം. ഏറ്റവും ബൃഹത്താണത്. ഇപ്പോൾ കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ കണ്ണട വെക്കുന്നത് പോലെ തന്നെ ഒരു നല്ല ഉത്തമമായ രത്നം അതിന് വിധിപ്രകാരം വേണം. അങ്ങനെ വിധിപ്രകാരം ധരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഈ പറഞ്ഞ ധനം സമ്പാദിക്കാനും അതിനുള്ള മാനസിക അവസ്ഥയും എല്ലാം ഉണ്ടാകും. അതായത് ഈ ഒരു ഭാഗ്യദോഷം എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇല്ല. നമുക്ക് അത് ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിൽ കൂടെയൊക്കെ നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ഏതെങ്കിലും സൈഡിൽ. ഇപ്പൊ നമ്മള് ഒരു യാത്ര പോവാണ്, യാത്ര പോകുമ്പോൾ ഒരു പാലം ഒടിഞ്ഞു തൂങ്ങി താഴെ വീണു, നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണോ പോണേ? അവിടെ നിന്ന് തിരിഞ്ഞ് ഡിവിയേറ്റ് ചെയ്ത് വേറെ വഴി ഉണ്ടാവും, കുറച്ചൊന്ന് ചുറ്റണമായിരിക്കും. അല്ലെങ്കിൽ അടുത്ത ജംഗ്ഷനിൽ പോയിട്ട് നേരെ കയറി, അല്ലേ? ഇപ്പൊ ഗേറ്റഡ് ഒക്കെ വരുമ്പോൾ ആൾക്കാർ ചെയ്യണത് അർജന്റാണ്, കോടതിയിൽ പോകണോ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകണോ ഒക്കെ എന്ത് ചെയ്യും? അവരാരും അവിടെ വെയിറ്റ് ചെയ്യില്ല. അവരേറ്റവും നെക്സ്റ്റ് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ തിരിഞ്ഞിട്ട് അടുത്ത ജംഗ്ഷനിൽ നിന്ന് കയറി അവരപ്പുറത്ത് പോകും. ആ ഒരു ഊർജം തരും വ്യാഴം. നമ്മളെവിടെയും ഫെഡപ്പായിട്ട് അങ്ങനെ നിൽക്കത്തില്ല. കാര്യമില്ല. അതാണ് ഇത്. അയ്യോ ഗേറ്റ് അടച്ചല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ മടി, പിന്നെ നമ്മുടെ ആ മിംഗ്ലിംഗ് പവർ കുറവ്, അതൊക്കെയാണ്. അതൊക്കെ വ്യാഴം തരും. നല്ല ഉത്തമമായ പുഷ്യരാഗ രത്നം ധരിച്ചാൽ. രത്നം ധരിക്കുമ്പോൾ ഒരുപാട് കാര്യം നോക്കണം. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ രത്നമെന്നും പറഞ്ഞു വരുന്ന ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്, സിന്തറ്റിക് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഡയമണ്ടൊക്കെ ലാബ് ഗ്രോൺ ഡയമണ്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലാബ് ഗ്രോൺ ഈ കളർ സ്റ്റോണും വരുന്നുണ്ട്. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പൈസയും പോവും. പൈസ പോകുന്നതിനെക്കാട്ടി ഉപരി ഈ ഒറിജിനൽ ആണ്, എൻ്റെ കാര്യം ഇപ്പം ശരിയാകും എന്ന് വിചാരിച്ച് ഞാനൊരു 10 കൊല്ലം കളയും. പൈസ പിന്നെ എന്തെങ്കിലും പൈസ പോട്ടെ എന്ന് വെക്കാം, ഈ സമയം എങ്ങനെ എടുക്കും? അല്ലേ? അപ്പം അങ്ങനെ രത്നങ്ങളൊക്കെ ധരിക്കുമ്പോഴും വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. വൈരം പിഴച്ചാൽ വൈര്യം എന്നാ പറയാം. വൈരം എന്ന് പറഞ്ഞാൽ രത്നക്കല്ലുകൾ. അതിൽ പിഴവ് സംഭവിച്ചാൽ, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഈ കറുത്ത കുത്ത്, പൊട്ടല്, ഇങ്ങനെയൊക്കെയുള്ള പാടില്ലാത്ത രത്നങ്ങൾ ധരിക്കുവാണെങ്കിൽ വൈര്യമാകും, വിരോധമാകും. എന്തിനു ധരിച്ചോ അതിന്റെ വിരോധമാകും, ഉള്ള എനർജിയും കൂടെ പോകും. രത്നധാരണമൊക്കെ വളരെ സൂക്ഷിക്കണം. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നമുക്ക് ദർശനം ചെയ്യാം. പിന്നെ തീർത്ഥാടനം ചെയ്യാം. തീർത്ഥാടനം ഒരു പുണ്യസ്ഥലങ്ങൾ, അല്ലേ? വിഷ്ണുവിൻ്റെ പ്രീതി ലഭിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം നമ്മുടെ വീടിനെക്കാട്ടി അകലെയുള്ള ജലാശയമുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൊഴണം പ്രത്യേകമായിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണമാണ്. കുറച്ച് കഷ്ടപ്പെട്ടു പോകണം. അതും ജലാശയത്തിനോട് ചേർന്നിട്ടുള്ള വിഷ്ണു ക്ഷേത്രം, പുഴയുടെ അരികിലോ കായലിൻ്റെ അരികിലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഈ ദോഷങ്ങൾ മാറി കിട്ടും. പിന്നെ സഹസ്രനാമം ജപിക്കാം. അങ്ങനെയുള്ള വിഷ്ണു സഹസ്രനാമം ജപിക്കാം, അല്ലേ? സഹസ്രനാമം ജപിച്ചാൽ ഏറ്റവും വലിയ ഗുണം നമ്മുടെ ഉള്ളിലെ ഭയം മാറി കിട്ടും. കോൺഫിഡൻസ് ഉണ്ടാവും. ഫിയർ മാറിയ കോൺഫിഡൻസ് ആയല്ലോ, അല്ലേ? സഹസ്രനാമം പറയണത് അതാണ്. മമ ഭയ ഹര എന്നല്ലേ പറയുന്നത് ലാസ്റ്റ്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം, വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം, ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാന ഗമ്യം. ഇത്രയും വിഷ്ണുവിനെ സ്തുതിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ലേ വിഷ്ണു ഭഗവാനെ എൻ്റെ ഉള്ളിലെ ഭയത്തെ മാറ്റിത്തരണമേ, സർവലോകൈകനാഥ എന്നാ പറയുന്നത്. അപ്പോൾ ശരിക്ക് അർത്ഥം അറിഞ്ഞ് സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ വ്യാഴപ്രീതി ഉണ്ടാവും. പ്രഹ്ലാദൻ എന്ന് പറയുന്ന ഒരാള് ഒരൊറ്റ മന്ത്രം ജപിച്ചിട്ടല്ലേ മഹാശക്തിമാനായ നരസിംഹത്തെ കൊണ്ടുവന്നത്. നമ്മളിപ്പോൾ പറയുമ്പോൾ ഇത് അന്ധവിശ്വാസമാണ് പട്ടാന്നൊക്കെ പറയും, പക്ഷെ അനുഭവമുള്ളവർക്ക് അറിയാൻ പറ്റും. ഇതിനെക്കുറിച്ച് അറിയണമല്ലോ എന്താണെങ്കിലും. സംഗീതം, ശുദ്ധ സംഗീതം ഇഷ്ടമല്ലാത്തവ എത്രയോ പേരുണ്ട്, ഇതേ കരയണമെന്ന് പറയും. പക്ഷെ ഇതുകൊണ്ട് പ്രാണനായിട്ടുള്ള ആളുകളില്ലേ, തമ്മിൽ വ്യത്യാസമാണ്. തീർച്ചയായിട്ടും. ചിലവർക്ക് ഇഞ്ചി ഭക്ഷ്യം, ചിലവർക്ക് കൊഞ്ച് ഭക്ഷ്യം. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കണേ.